ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 22-ാം ദിവസം. ലങ്കയിലെ അശോകവനികയിൽ രാക്ഷസികളുടെ തടവറയിൽ കഴിയുന്ന സീതാദേവിയെ പലവിധത്തിലുള്ള പ്രലോഭനങ്ങളായ വാക്കുകൾ പറഞ്ഞ് അടിമപ്പെടുത്തുവാൻ, രാമനെ ഇകഴ്ത്തിക്കൊണ്ടുള്ള വിവരണങ്ങൾ അവതരിപ്പിച്ച് വശീകരിക്കുവാൻ, അധികാരത്തിൻ്റെ ഫലപ്പെട്ട ആജ്ഞയ്ക്ക് മുമ്പിൽ കീഴ്പ്പെടുത്തുവാൻ രാവണൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സീതയുടെ മനസ്സിനെ പിടിച്ചെടുക്കുവാൻ, പറിച്ചെടുക്കുവാൻ രാവണന് സാധ്യമാവുന്നില്ല. രാവണൻ പരാജയപ്പെട്ടു പോവുകയാണ്. സീതാദേവിയുടെ ഈ പാതിവൃത്യമാണ്, കരുത്താണ് ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അധികാരത്തിൻ്റെ ശക്തിയും അലങ്കാരത്തിൻ്റെ മഹിമയും അംഗീകാരത്തിൻ്റെ മേന്മയും കാണിച്ചാണ് രാവണൻ സീതയെ വശപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വനിതാരത്നം രാവണ രാജധാനിയിൽ ഒറ്റപ്പെട്ടവളാണെങ്കിലും, രാക്ഷസികളുടെ തടവറയിലാണെങ്കിലും ഒട്ടും ഭയപ്പെടാതെ ഒരു പുൽക്കൊടിയെടുത്ത് രാവണൻ്റെ മുമ്പിൽ നുള്ളിയിട്ട് പറയുകയാണ്, അല്ലയോ രാവണ, നായ യജ്ഞശാലയിൽ വന്ന് ഹവിസ് കട്ടുകൊണ്ടു പോകുന്നത് പോലെ എന്നെ അപഹരിച്ച രാവണ, എൻ്റെ രാമൻ ഉടനെ ഇവിടെ എത്തും. രാമൻ്റെ ശരങ്ങളേറ്റ് നീ മരണപ്പെടും. അതിന് കാരണക്കാരിയായി ഞാൻ തന്നെ വർത്തിക്കും. സീതാദേവിയുടെ അഭിമാനം തുളുമ്പുന്ന ദൃഢമായ വാക്കുകൾക്ക് മുമ്പിൽ ഇളിഭ്യനായി പോയ രാവണൻ വാളൂരി സീതയെ വധിക്കാൻ ഒരുങ്ങുകയാണ്. ഒരു നിഴൽ പോലെ രാവണൻ അറിയാതെ രാവണനെ പിന്തുടരുന്ന ധർമ്മപത്നി മണ്ഡോദരി ആ ഹീനകൃത്യത്തിൽ നിന്നും രാവണൻ്റെ കരങ്ങളെ ബലമായി പിടിച്ച് തടയുകയാണ്. തൻ്റെ കള്ളത്തരങ്ങൾ, ചടുലമായ കാര്യങ്ങൾ കണ്ട് ഭാര്യയ്ക്ക് മുമ്പിൽ ഇളിഭ്യനായി പോയ രാവണൻ കോപത്തോടെ, ദേഷ്യത്തോടെ രാക്ഷസ സ്ത്രീകൾക്ക് സീതയെ 2 മാസം കൊണ്ട് വശപ്പെടുത്തി എനിക്ക് മുമ്പിൽ ഹാജരാക്കണം എന്ന നിർദ്ദേശം നൽകിക്കൊണ്ട് അവിടെ നിന്നും ഈർഷ്യയോടെ പോവുകയാണ്. രാവണാജ്ഞയ്ക്ക് വിധേയരായിട്ടുള്ള രാക്ഷസികൾ സീതാദേവിയെ അതികഠിനമായ ശാരീരിക ഉപദ്രവങ്ങളും മാനസികമായ ഉപദ്രവങ്ങളും നൽകി അവളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള അവസ്ഥ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ വിഭീഷണൻ്റെ പുത്രിയായിട്ടുള്ള ത്രിജട അവിടെ എത്തുകയും രാക്ഷസ സ്ത്രീകളെ ആ നീചകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുമാണ്. വിഭീഷണപുത്രി ത്രിജടയുടെ സന്ദർഭോചിതമായ ഇടപെടൽ കാരണം സീതാദേവി താൽക്കാലികമായി രക്ഷപ്പെട്ടു. എങ്കിലും ഏത് നിമിഷവും രാവണൻ്റെ ആക്രമണം ഉണ്ടായേക്കാം. രാമൻ ഇതുവരെയും വരാത്തത് എന്തുകൊണ്ടാണ്? എന്നെ മറന്നുപോയോ? ഇങ്ങനെ പലവിധ ചിന്തകളിൽ മുഴുകിയിരിക്കവേ ഇടതൂർന്ന ഇലകൾക്കിടയിൽ അമർന്നിരുന്ന് ഹനുമാൻ പതുക്കെ പതുക്കെ ശ്രീരാമചന്ദ്ര ചരിതം പറഞ്ഞു തുടരുകയാണ്. രാമാദികളുടെ ജനനം മുതൽ താൻ ലങ്കയിലെത്തിയവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് സീതാദേവിയെ കേൾപ്പിക്കുകയാണ്. ആകാശത്ത് നിന്ന് അശരീരി പോലെ രാമചരിതം കേട്ട സീത അമ്പരക്കുകയാണ്.
ഒരു പുരുഷനാണ് ഈ കഥ പറയുന്നതെങ്കിൽ അയാൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമാറാകട്ടെ. സീത ഉള്ളുരുകി പറഞ്ഞുപോയി. ദേവിയുടെ വാക്ക് കേട്ട് ഹനുമാൻ പതുക്കെ പതുക്കെ ഇറങ്ങി വരികയാണ്. സീതാദേവിയുടെ പാദകമലങ്ങളുടെ കുറച്ചകലെയായി വീണ് തൊഴുത് മാറി നിൽക്കുകയാണ്. കുരുവിക്കിളിയെപ്പോലെ ചെറുതായിട്ടുള്ള വാനരനെ കണ്ട് സീത അത്ഭുതപ്പെട്ടു. ഒരുപക്ഷെ രാവണൻ രൂപം മാറി വന്ന് തന്നെ പരീക്ഷിക്കുകയാണോ എന്ന് പോലും അവൾ ചിന്തിച്ചുപോയി. തൻ്റെ ശിരസ് തുടകൾക്കിടയിൽ മറച്ച് അവൾ കുമ്പിട്ടിരിക്കുകയാണ്. അത് കണ്ട് ഹനുമാൻ പറഞ്ഞു, ദേവി, അങ്ങയുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്രീരാമദാസനായിട്ടുള്ള ഹനുമാനാണ്. സൂര്യപുത്രനായ സുഗ്രീവൻ്റെ മന്ത്രിയാണ്. വായു ഭഗവാന്റെ മകനാണ്. ഹനുമാൻ എന്നാണ് എൻ്റെ നാമധേയം. ഹനുമാന്റെ വാക്കുകൾ സീതാദേവിയുടെ കണ്ണുകൾ തുറപ്പിക്കുകയാണ്. ഹനുമാൻ, അങ്ങൊരു വാനരനാണല്ലോ. രാമനാണെങ്കിൽ മനുഷ്യനും, അതിനുമപ്പുറം രാജാവും. നിങ്ങൾ തമ്മിൽ എങ്ങനെ ഐക്യപ്പെടാൻ ഇടയായി? അത് കേട്ടുകൊണ്ട് ഹനുമാൻ കാര്യങ്ങളുടെ നിജസ്ഥിതി വെളിപ്പെടുത്തുകയാണ്. ദണ്ഡകാരണ്യത്തിൽ വെച്ച് രാമനിർദ്ദേശപ്രകാരം സീത 2 അംശങ്ങളായി പിരിഞ്ഞ് അഗ്നിയിലും ആശ്രമത്തിലും വസിച്ചതുൾപ്പെടെ, രാവണൻ കപടയതിയായി വന്ന് തട്ടിക്കൊണ്ടു പോയതുൾപ്പെടെ, ജടായുവിൻ്റെ പ്രാണത്യാഗവും ശ്രീരാമാദികളുടെ സീതാന്വേഷണവും കബന്ധഗതിയും ശബരി സംഗമവും സുഗ്രീവ സഖ്യവും എല്ലാം വിശദമായി പറഞ്ഞപ്പോൾ സീതയ്ക്ക് ഹനുമാനെ വിശ്വാസമാവുകയാണ്. അപ്പോൾ അവരുടെ മുഖം സന്തോഷത്താൽ വിളങ്ങുകയാണ്. ഒരു ചെറുമന്ദഹാസം പൊട്ടി വിരിയുകയാണ്. ആ സ്വാതിയുടെ വ്രണിത ഹൃദയത്തെ ഹനുമത് സാന്നിധ്യം കുളിർക്കാറ്റായി തലോടുകയാണ്. അപ്പോൾ ഹനുമാൻ പതിയെ സീതയുടെ അടുത്തേക്ക് ചെന്നു. ശ്രീരാമചന്ദ്രൻ്റെ മുദ്രമോതിരം വിനയാന്വിതനായി സീതാദേവിയുടെ കയ്യിൽ കൊടുത്തു. കുറച്ച് പിന്നോട്ട് മാറി വണക്കത്തോടെ ഹനുമാൻ മാറി നിൽക്കുകയാണ്. സീത രാമാങ്കിത മോതിരം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. അങ്ങ് എൻ്റെ രാമന് ഏറ്റവും വിശ്വസ്തനും പ്രിയപ്പെട്ടവനുമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുകയാണ്. എൻ്റെ ദുരവസ്ഥ അങ്ങ് കണ്ട് മനസ്സിലാക്കിയുവല്ലോ. 2 മാസം കഴിഞ്ഞാൽ രാവണൻ എന്നെ കൊന്നു തിന്നും. അതിനു മുമ്പ് രാമൻ ഇവിടെ എത്താൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക. അത്രയും നാളത്തേക്ക് ഞാൻ മരിക്കാതെ പിടിച്ചു നിൽക്കാം. എത്രയും വേഗം രാവണനെ വധിച്ച് എൻ്റെ ദുഃഖം ഇല്ലാതാക്കുവാൻ രാമനോട് പറയുക. സീതാദേവിയുടെ വാക്കുകൾ കേട്ട് ഹനുമാൻ പറഞ്ഞു, എത്രയും വേഗം ഞാൻ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ച് രാമനെയും ലക്ഷ്മണനെയും സുഗ്രീവാദികളെയും എന്ന് വേണ്ട വാനര സൈന്യത്തെ ആകമാനവും എൻ്റെ ചുമലിലേറ്റി ഇവിടെ എത്തിക്കും. എനിക്ക് തിരിച്ചു പോവാനുള്ള അനുമതി തരിക. ശ്രീരാമചന്ദ്രന് വിശ്വാസം വരത്തക്ക വിധം അടയാളവാക്യവും പറഞ്ഞു തരിക. അത് കേട്ട് ദേവി തലമുടിയിൽ അണിഞ്ഞിരുന്ന ചൂടാരത്നമെടുത്ത് ഹനുമാന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് സീതയ്ക്കും രാമനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യവും മാരുതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ മുമ്പ് ചിത്രകൂടത്തിൽ ഞങ്ങൾ പാർക്കുന്ന കാലം, പലലം ഉണക്കുവാനായി ചിക്കി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ രാമഭദ്രൻ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. അനന്തരം ദേവേന്ദ്രൻ്റെ ചപലനായ സന്തതി ജയന്തൻ കാക്കയുടെ രൂപം ധരിച്ച് അത് കൊത്തിത്തിന്നുവാൻ വന്നു. പലകുറി ഞാൻ കല്ലുകളെടുത്തെറിഞ്ഞ് അതിനെ അകറ്റുവാൻ പരിശ്രമിച്ചു. അപ്പോൾ കാകരൂപിയായ ജയന്തൻ എൻ്റെ ശരീരമാകവെ കീറിമുറിച്ചു. ശരീരത്തിൽ നിന്നും ഇറ്റിറ്റ് വീണ രക്തമേറ്റ് രാമൻ ഉണരുകയാണ്. ഉടനെ അദ്ദേഹം ഒരു പുൽക്കൊടിയെടുത്ത് ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ച് അവന് നേരെ പ്രയോഗിച്ചു. രാമാസ്ത്രത്തെ ഭയന്ന് അവൻ ഓടാത്ത ഒരിടവും ബാക്കിയില്ല. എവിടുന്നും രക്ഷ കിട്ടായികയാൽ
അവസാനം രാമപാദങ്ങളെ ശരണം പ്രാപിച്ചു. ഒരു കണ്ണ് അസ്ത്രത്തിന് ദാനം നൽകി ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങി ജയന്തൻ അവിടെ നിന്ന് പോവുകയാണ്. ഇത് കേട്ടാൽ രാമന് വിശ്വാസമുണ്ടാവും. സീതാദേവിയുടെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ വേണ്ടി കൃശഗാത്രനായ ഹനുമാൻ പർവ്വതം കണക്കെ വളർന്നു വലുതായി തൻ്റെ കരുത്ത് ദേവിയെ ബോധ്യപ്പെടുത്തിയ ശേഷം സീതാദേവിയെ 3 പ്രാവശ്യം വലത്ത് വെച്ച് നമസ്കരിച്ച് മാതാവെ വിട തന്നാലും എന്ന് പറഞ്ഞ് ലങ്കയിൽ നിന്നും പിൻവാങ്ങുകയാണ്. അവിടെ നിന്ന് അകലെയൊരു വൃക്ഷശിഖരത്തിൽ ഇരുന്നു കൊണ്ട് ഹനുമാൻ പലതും ചിന്തിക്കുവാൻ തുടങ്ങി. ഒരു ദൂതൻ കാര്യം സാധിച്ച് മടങ്ങുന്നതിന് മുമ്പ് മനോധർമ്മമനുസരിച്ച് മറ്റെന്തെങ്കിലും ചെയ്താൽ നന്നായിരിക്കും. അതനുസരിച്ച് രാവണന് ഇഷ്ടപ്പെട്ട പൂന്തോട്ടത്തെ അശോകവനികയെ നശിപ്പിക്കുവാൻ ഹനുമാൻ തീരുമാനിക്കുകയാണ്. മിഥില നൃപമകൾ മരുവുമതി വിമല ശിംശഭാവൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമദല ബലസഹിത ഗുൽമവല്ലീ തരുക്കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധവും ജനനിവഹ ഭയ ജനനനാഥഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമോടകില ദിശിദിഗിഗലു പറന്നുടൻ ആകാശമൊക്കെ പരന്നോരു ശബ്ദവും രജനിചരപുരി ജഡതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യപരാക്രമൻ. വൻമരങ്ങൾ പൊട്ടിവീഴുന്ന ശബ്ദം കേട്ട് ഹനുമാന്റെ സിംഹഗർജനം കേട്ട് ലങ്കാനിവാസികൾ പരക്കം പായുകയാണ്. പക്ഷികൾ വിഭ്രമത്തോടെ നാലുപാടും പറന്നകലുകയാണ്. അവിടെയുള്ള കാവൽക്കാർ മാരുതിയെ തടയാൻ ശ്രമിച്ചുവെങ്കിലും ക്ഷണനേരം കൊണ്ട് അവരൊക്കെ കാലപുരി പോവുകയാണ്. സേനാനായകന്മാർ, മന്ത്രിപുത്രന്മാർ തുടങ്ങിയ വമ്പിച്ച സൈന്യം പലതവണയായി ഹനുമാനോട് എതിരിടാൻ വന്നു. വരുന്നവരൊക്കെ അധികം താമസിയാതെ കാലപുരിയിലേക്ക് തിരിച്ചു പോവുകയാണ്. വീരാധിവീരനായ രാക്ഷസർ കേവലം ഒരു വാനരൻ്റെ കൈകളാൽ മരണപ്പെടുന്നത് കണ്ട് രാവണൻ ലജ്ജിച്ചു തല താഴ്ത്തുകയാണ്. ഉടനെ രാവണൻ്റെ ഇളയ മകനായ അക്ഷകുമാരൻ വലിയ സൈന്യത്തോടുകൂടി ഹനുമാനോട് ഏറ്റുമുട്ടുകയാണ്. തൽക്ഷണം തന്നെ എല്ലാവരും കാലപുരം പ്രാപിക്കുകയും ചെയ്തു. ഇളയ മകൻ്റെ മരണം രാവണനെ ഇളക്കി മറിക്കുകയാണ്. ഇനി ഈ വാനരനെ വെച്ചേക്കുവാൻ പാടില്ല, താൻ തന്നെ അവനെ എതിരിടാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് വമ്പിച്ച പടക്ക് പുറപ്പെടുവാൻ ശാസന നൽകുകയാണ്. അപ്പോഴുള്ള ബഹളവും കോലാഹലങ്ങളും കേട്ട് മൂത്ത മകൻ അവിടെയെത്തി. ഒന്നുകിൽ തൻ്റെ കരുത്തിനാൽ, അല്ലെങ്കിൽ മായ കൊണ്ട്, ഒന്നുകിൽ തൻ്റെ യുദ്ധ നൈപുണ്യം കൊണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്ര പ്രയോഗം കൊണ്ട്, ഏത് മാർഗം സ്വീകരിച്ചും ആ വാനരനെ പിതാവിൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇന്ദ്രജിത്ത് ഏകനായി ഹനുമാനെ എതിരിടാൻ അശോകവനികയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തുല്യത്തിന് തുല്യമായി അവർ പൊരുതുകയാണ്. ആർക്കും ജയമുണ്ടായില്ല. അപ്പോൾ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഉടനെ വായുപുത്രൻ അതിനെ ആദരിക്കുകയാണ്. നിലത്ത് വീണ് കൈകാലുകൾ പരവശത അനുഭവപ്പെടുത്തിക്കൊണ്ട് അവിടെ ചലനമറ്റവനെ പോലെ കിടക്കുകയാണ്. പണ്ട് ത്രിമൂർത്തികളും ദേവന്മാരും നൽകിയിരുന്ന വരത്തിനാലും രാമമന്ത്രമെന്ന താരകമന്ത്രം ജപിച്ച് ഐശ്വര്യങ്ങൾ നേടി സിദ്ധി വരുത്തിയതിനാലും ജനന മരണ നിയമങ്ങൾക്ക് അതീതനുമായ ശ്രീരാമൻ്റെ ചരണകമലങ്ങളെ സദാഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഹനുമാന് എങ്ങനെയാണ് ബന്ധനമുണ്ടാവുക? ഏത് മാർഗം ഉപയോഗിച്ചും രാവണൻ്റെ കൊട്ടാരത്തിൽ എത്തണം. അതിന് അവൻ അഭിമുഖമായി അവനോടൊപ്പം ഇരുന്ന് അവന് നന്നാവാൻ വേണ്ടി
4 ഉപദേശങ്ങൾ കൊടുക്കണം. ഇത് മാത്രമായിരുന്നു ഹനുമാന്റെ മനസ്സിലെ ചിന്ത. അതുകൊണ്ട് അവൻ അനങ്ങാതെ കിടന്നുകൊടുത്തു. മേഘനാഥൻ അവനെ ബന്ധനസ്ഥനാക്കിയ നിലയിൽ പിതാവിൻ്റെ മുമ്പിൽ എറിഞ്ഞുകൊടുക്കുകയാണ്. എന്നിട്ട് ഈ വാനരന് യോജിച്ച ശിക്ഷ നൽകാൻ അപേക്ഷിക്കുകയുമാണ്. രാവണന്റെ നിർദ്ദേശപ്രകാരം പ്രഹസ്തൻ ഹനുമാനെ വിചാരണ ചെയ്യുകയാണ്. പ്രഹസ്തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം രാവണനായിക്കൊണ്ടാണ് മാരുതി നൽകിക്കൊണ്ടിരിക്കുന്നത്. മൂഢപ്രഭോ രാവണ, പരംപൂജനീയനായ രാമൻ്റെ ദൂതനാണ് ഞാൻ. വനവാസം ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ നാഥൻ്റെ സഹധർമ്മിണിയെ നായ യജ്ഞശാലയിൽ കടന്ന് ഹവിസ് കട്ടുകൊണ്ടും പോകുന്ന പോലെയല്ലേ നീ അപഹരിച്ചിട്ടുള്ളത്? അതിനുള്ള ശിക്ഷ നൽകാൻ രാമനിത വമ്പിച്ച സൈന്യവുമായി നിന്റെ രാജ്യത്തിൻ്റെ വടക്കേക്കര എത്തിയിരിക്കുകയാണ്. അറിവില്ലാത്തവനും അഹങ്കാരിയും സ്ത്രീലംബടനുമായ നിനക്ക് ചില ഉപദേശങ്ങൾ നൽകാനാണ് ബ്രഹ്മാസ്ത്രത്തിന് ബന്ധനസ്ഥനായ ഭാവത്തിൽ ഞാൻ നിന്റെ മുമ്പിൽ നിനക്കൊപ്പം വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ ശരണഭാവേന രാമപാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കുക. സർവ്വ തെറ്റുകളും പുറത്ത് ഭഗവാൻ നിനക്ക് മാപ്പ് തരും. കരുണാമൂർത്തിയായ രാമനെ ധ്യാനിക്കുന്നവർക്ക് വീണ്ടും ഒരു ജന്മം ഉണ്ടാവുകയില്ല. ഹനുമാന്റെ ഉപദേശവാക്കുകൾ രാവണനെ കോപക്രാന്തനാക്കി. 20 കണ്ണുകളിലും തീക്കനൽ നിറഞ്ഞു. മാറ് ഉരുട്ടിമിഴിച്ച് അട്ടഹസിക്കുകയാണ്. എൻ്റെ മുമ്പിൽ വന്നു നിന്ന് ഇത്രയധികം ധിക്കാരം ആരും ചെയ്തിട്ടില്ല. ഇവനെ വെട്ടി നുറുക്കുവിൻ എന്ന് രാവണൻ ആജ്ഞാപിക്കുകയാണ്. ഇവിടെ ഇന്നത്തെ സത്സംഗം സമാപിക്കുകയുമാണ്. എല്ലാവർക്കും